CPM-നെ തലവേദനയിലാക്കിക്കൊണ്ട് കോഴ വിവാദം PSC കോഴ വിവാദം നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ കോഴിക്കോട് CPM-ൽ കൂടുതൽ ആരോപണങ്ങൾ വരുന്നു എന്നതാണ് പുതിയ വാർത്ത. റിയൽ എസ്റ്റേറ്റ് വ്യാപാരിക്ക് വേണ്ടി മുതിർന്ന നേതാക്കൾ വഴിവിട്ട സഹായങ്ങൾ ചെയ്തെന്നാണ് ആരോപണം. കോഴിക്കോട് ബീച്ചിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് കോർപ്പറേഷൻ ചുമത്തിയ പിഴ ഒഴിവാക്കാൻ മുതിർന്ന നേതാക്കൾ സമ്മർദ്ദം ചെലുത്തിയെന്നും ആരോപണമുണ്ട്. ഇതിൽ പ്രതിഷേധിച്ച് പാർട്ടി നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിൽ വഴങ്ങാത്ത കോഴിക്കോട് നഗരസഭാ ഭരണസമിതിയിലെ പ്രധാനി 2 തവണയാണ് രാജിക്കൊരുങ്ങിയത്. കോഴിക്കോട് ജില്ലയിലെ തലമുതിർന്ന 2 CPM നേതാക്കൾക്ക് നാദാപുരം സ്വദേശിയായ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയുമായുള്ള അടുത്ത ബന്ധമാണ് പാർട്ടിക്കകത്ത് ചർച്ച. നാദാപുരം സ്വദേശിയുടെ പരസ്യ കമ്പനിക്കും ഹോട്ടലിനും വേണ്ടി നേതാക്കൾ വഴിവിട്ട സഹായങ്ങൾ നൽകിയെന്നും ആരോപണമുണ്ട്. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാർട്ടിയിലെ യുവനേതാവിന്റെ പരസ്യ കമ്പനിയും റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയുടെ പരസ്യ കമ്പനിയും തമ്മിൽ തർക്കം രൂപപ്പെട്ടപ്പോഴും നേതാക്കൾ ഇടപെടൽ നടത്തി. പിന്നാലെയാണ് ചേരിതിരിഞ്ഞുള്ള തർക്കം കോഴിക്കോട്ടെ പാർട്ടിക്കകത്ത് രൂക്ഷമായത്. റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയുടെ ഉടമസ്ഥതയിൽ കോഴിക്കോട് ബീച്ചിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിന് കോർപ്പറേഷൻ പിഴ ഈടാക്കിയപ്പോഴും മുതിർന്ന നേതാക്കളുടെ ഇടപെടലുണ്ടായി. അതൃപ്തി പുകഞ്ഞതോടെയാണ് പാർട്ടിയിലെ മുതിർന്ന അംഗവും കോർപ്പറേഷനിലെ ഭരണസമിതി അംഗവുമായ നേതാവ് 2 തവണ രാജിക്കൊരുങ്ങിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥിക്ക് പ്രചരണ വാഹനം വിട്ടുനൽകിയതും ഇതേ വ്യാപാരി തന്നെയാണ്. ഇയാൾ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മുഴുവൻ സമയം കയറിയിറങ്ങുന്നതിലും എതിർചേരിക്ക് അതൃപ്തിയുണ്ട്. നേതാക്കളുടെ വഴിവിട്ട ബിസിനസ് ബന്ധങ്ങൾ കീഴ്ഘടകങ്ങളിൽ നിന്ന് പരസ്യമായി ഉയർന്നു തുടങ്ങിയതിന് പിന്നാലെ PSC കോഴ വിവാദത്തിൽ നടപടി വേഗത്തിലാക്കി രമ്യമായ പരിഹാരത്തിനാണ് നേതാക്കളുടെ ശ്രമം. റിപ്പോർട്ടർ, കോഴിക്കോട്.